നമസ്കാരം. സെലക്ടപ്പിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സോയ. നമ്മൾ ഇന്ന് നോക്കുന്ന ടോപ്പിക് വചനമാണ്. PSCയുടെ സിലബസിലുള്ള വചനം എന്ന ടോപ്പിക് നമ്മൾ ഇന്ന് ഫുൾ കവർ ചെയ്ത് പഠിച്ചു തീർക്കാൻ പോവുകയാണ്. എല്ലാവരും റെഡി അല്ലേ? ശരി, അപ്പൊ നമുക്ക് നോക്കാം. എന്താണ് വചനം? വസ്തുവിന്റെ എണ്ണത്തെ കുറിക്കുന്നതാണ് വചനം. വചനത്തെ ഏകവചനം, ബഹുവചനം എന്നിങ്ങനെ രണ്ടായി തിരിക്കുന്നുണ്ട്. ഒരു കാര്യം ഓർക്കുക, സംസ്കൃതത്തിൽ ദ്വിവചനം കൂടി ഉണ്ട്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ PSC ചോദിച്ചിരുന്നു ദ്വിവചനമുള്ളത് മലയാള ഭാഷയിലാണോ എന്ന്. ഓർത്തിരിക്കുക, ദ്വിവചനം ഉള്ളത് ഏത് ഭാഷയിലാണ്? സംസ്കൃതത്തിലാണ്. മലയാള ഭാഷയിൽ ഏതൊക്കെയാണുള്ളത്? വചനത്തിന്റെ ഏകവചനവും ബഹുവചനവും മാത്രമാണ് മലയാളത്തിലുള്ളത് എന്ന് ഓർത്തിരിക്കുക. എന്താണ് വചനം എന്ന് നമ്മൾ പറഞ്ഞു? വസ്തുവിന്റെ എണ്ണത്തെ കുറിക്കുന്നതാണ് വചനം. നമുക്ക് നോക്കാം. ഏകവചനം എന്നാൽ എന്താണ്? ഒന്നിനെ കുറിക്കുന്ന ശബ്ദരൂപമാണ് ഏകവചനം. ഒന്നിനെ കുറിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദരൂപമാണ് എന്ത്? ഏകവചനം. നാമമോ സർവനാമമോ ഏകവചനത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണങ്ങൾ നോക്കുക. നീ, ഞാൻ, സ്ത്രീ, മരം, കുട്ടി, പൂവ്, പേന, നക്ഷത്രം. ഇതൊക്കെ എന്താണ്? ഏകവചനമാണ്. ഇതൊക്കെ ഏകവചന പദങ്ങളാണ്. ഇവിടെ ഇതിനെ നമുക്കിനി ബഹുവചനമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അടുത്ത് നമുക്ക് നോക്കാം. ഏകവചനം എന്താണെന്നാണ് പറഞ്ഞത്? ഒന്നിനെ കുറിക്കുന്ന ശബ്ദരൂപമാണ് ഏകവചനം എന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് നോക്കിക്കേ, ബഹുവചനം. ഒന്നിലധികം ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ബഹുവചനം. ഒന്നിലധികം ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ബഹുവചനം. ഒന്നിനെ കുറിക്കുന്നതാണ് ഏകവചനം എന്ന് നമ്മൾ പറഞ്ഞു. ഒന്നിനെ കുറിക്കുന്നതാണ് ഏകവചനമെങ്കിൽ ഒന്നിലധികം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താകും? ബഹുവചനം. ഏകവചന ശബ്ദത്തിനുമേൽ ബഹുവചന പ്രത്യയമായ ആർ, മാർ, കൾ, അൾ തുടങ്ങിയവ ചേർത്താണ് പ്രധാനമായും ബഹുവചനം ഉണ്ടാക്കുന്നത്. ഇപ്പൊ പ്രത്യയം എന്താണെന്നൊന്നും കേട്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത്ര ഓർത്തിരിക്കുക. ഏകവചനം എന്താണെന്ന് നമ്മളിപ്പോ കുറച്ചു മുന്നേ നോക്കി. ഈ ഏകവചനത്തെ നമ്മൾ ബഹുവചനമാക്കാൻ, അതായത് ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഉണ്ട് എന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ ചില സാധനങ്ങൾ ആഡ് ചെയ്യുമെന്ന് ഓർത്തിരിക്കുക. അയ്യോ, ഇനി പ്രത്യേകം അറിയത്തില്ലല്ലോ, അതെന്താണ്? അങ്ങനെ ഒന്നും ഓർക്കണ്ട. എങ്ങനെയാ? ഏകവചന ശബ്ദത്തിന്റെ കൂടെ നമ്മൾ ആർ, മാർ, കൾ, അൾ എന്ന ചില ശബ്ദങ്ങൾ ചേർത്തതിനെ നമ്മൾ എന്താക്കി മാറ്റും? ബഹുവചനമാക്കി മാറ്റും എന്ന് ഓർത്തിരിക്കുക. നോക്കിക്കേ, ഇവിടെ ഉദാഹരണം കണ്ടില്ലേ? അമ്മ. അതിനെ നമ്മൾ എങ്ങനെ ബഹുവചനമാക്കും? അമ്മ എന്നത് ഏകവചന ശബ്ദമാണ്. കാരണം എന്താ? അമ്മ എന്നത് ഒന്നാ. അമ്മമാർ എന്ന് പറയുമ്പോ എന്താ? ഒരമ്മയിൽ കൂടുതലുണ്ട് അവിടെ. നോക്കിക്കേ, ഇപ്പൊ നമ്മൾ പറയുക എന്റെ അമ്മ വന്നോ, നിന്റെ അമ്മ വന്നോ എന്നൊക്കെ ചോദിക്കുക. അതെന്താ? ഏകവചനമാണ്. നേരെ മറിച്ച് നമ്മൾ എന്താ, കുറെ ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ ചോദിക്കുക അമ്മമാര് വന്നോ, അമ്മമാർ വന്നോ എന്ന് ചോദിക്കുക. അപ്പൊ എന്താ? അവരുടെ എല്ലാവരുടെയും അമ്മമാർ വന്നോന്ന്, അവരുടെ എല്ലാവരുടെയും അമ്മ വന്നോന്നാ ചോദിക്കുന്നത്. അപ്പൊ അതെന്താ? ബഹുവചന ശബ്ദമാ. അപ്പം അമ്മ എന്നത് എങ്ങനെയാ? അമ്മ എന്ന ഏകവചനത്തെ ബഹുവചനമാക്കിയപ്പോ എന്താ? അമ്മമാർ. ഇവിടെ എന്താ? നമ്മൾ മാർ എന്ന പ്രത്യയം ചേർത്തു എന്ന് വിചാരിക്കുക. പ്രത്യയം ചേർത്തു എന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ? എന്തോ ഒരു സാധനം ചേർത്തു, ആ ചേർത്തത് മാറാണ്. അമ്മ, മാർ, അമ്മമാർ. അടുത്ത എന്താ? മരങ്ങൾ, കൾ. മരം, മരങ്ങൾ. മരം എന്ന ഏകവചനം ഒരു മരമാണെങ്കിൽ എന്താ? നമ്മൾ മരം എന്ന് പറയും. പക്ഷെ ഇവിടെ കുറേ മരങ്ങൾ നിൽപ്പുണ്ട്, ഒരു 5-6 മരങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? മരങ്ങൾ എന്ന് പറയും. ഇവിടെ നമ്മൾ കൾ എന്ന ശബ്ദം ഏതിന്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്തു? ഏകവചന ശബ്ദമായിട്ടുള്ള മരത്തിന്റെ ഒപ്പം നമ്മൾ കൾ ആഡ് ചെയ്തപ്പോ എന്തായി? മരങ്ങൾ എന്നായി. അടുത്തത് നോക്കിക്കേ, ആന. ആന എന്നത് എന്താ? ഏകവചന ശബ്ദമാണ്. ഒരാനയല്ലേ ഉള്ളൂ അവിടെ. അപ്പൊ എന്താ? അത് ഏകവചനം. എന്നാൽ കുറേ ആനകൾ അവിടെ ഉണ്ട്, അവിടെ കുറേ ആനകൾ നിൽക്കുക കുന്നിന്റെ ചെരുവില്. അപ്പൊ എന്ത് പറയണം? നമ്മൾ ആനകൾ എന്ന് പറയണം. അപ്പൊ ഇവിടെ എന്താ? ആനകൾ. കൾ നമ്മൾ ചേർത്തു. ആന എന്നതിനൊപ്പം കൾ ചേർത്തപ്പോ എന്തായി? ആനയുടെ ബഹുവചനം. കുറേ എണ്ണത്തെ കാണിക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? ബഹുവചനമാണ് എഴുതേണ്ടിയത്. ഇപ്പൊ എന്തെന്ന് എഴുതുക? ആനയുടെ ബഹുവചനമായിട്ടുള്ള ആനകൾ. കൾ ചേർത്തു ആനയ്ക്കൊപ്പം. അപ്പൊ എന്തായി? ആനകൾ. അപ്പം ഏകവചനത്തെ നമ്മൾ അങ്ങനെ ബഹുവചനമാക്കി. അടുത്ത നോക്കിക്കേ, ബാലൻ. അടുത്ത എന്താ? അപ്പൊ എന്താകും? ബാലന്മാർ. ബാലൻ, ബാലന്മാർ. ബാലൻ എന്നത് ഏകവചനമാണ്. ബാലന്മാർ എന്നത് എന്താണ്? ബാലൻ എന്നതിന്റെ ബഹുവചനമാണ് ബാലന്മാർ എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഏകവചനം എന്താണ് എന്ന് നോക്കി പറഞ്ഞു, ബഹുവചനം എന്താണെന്ന് പറഞ്ഞു, ഉദാഹരണങ്ങൾ കണ്ടു. ഇനി എന്താ നമ്മൾ നോക്കുക? ഈ
ബഹുവചനത്തെ എന്ത് ചെയ്യാൻ പറ്റും? മൂന്നായി തരംതിരിക്കാൻ പറ്റും. എങ്ങനെയാണ്? ഒന്ന് സലിംഗ ബഹുവചനം, 2 അലിംഗ ബഹുവചനം, 3 പൂജക ബഹുവചനം. ബഹുവചനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ആ ബഹുവചനത്തെ മൂന്നായിട്ട് തിരിക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ട് വന്നോ? വചനം എന്താണ്? വചനം ഏകവചനം ബഹുവചനം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സിമ്പിൾ ആയിട്ടൊന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. വചനം എന്താണ്? വസ്തുവിന്റെ എണ്ണത്തെ കുറിക്കുന്നതാണ് വചനം എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ ഒരെണ്ണമാണുള്ളെങ്കിൽ നമ്മൾ അതിനെ ഏകവചനമാണ് ഉപയോഗിക്കുക. ഒന്നിലധികം ഉണ്ടെങ്കിൽ എന്താ? ബഹുവചനം ഉപയോഗിക്കും എന്ന് പറഞ്ഞു. ഇനി ബഹുവചനത്തെ നമ്മൾ എന്തെന്ന് തിരിക്കും? മൂന്നായിട്ട് സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം എന്ന് തിരിക്കും. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്താണ്? സലിംഗ ബഹുവചനം. എന്താ ഇവിടെ പറയുന്നത്? സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ സൂചിപ്പിക്കുന്നവയാണ് സലിംഗ ബഹുവചനം. അപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ലിംഗം എന്താണെന്നുള്ളത് ഫുള്ള് നോക്കും. അതിനു മുന്നേ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകം എന്ന്. അപ്പം ഈ ലിംഗം ഉണ്ടല്ലോ, ലിംഗത്തെ മൂന്നായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം. അപ്പം സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണായിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി. അപ്പം പുല്ലിംഗം എന്ന് പറഞ്ഞാൽ എന്താ? പുരുഷജാതിയെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ നപുംസകലിംഗം എന്താ? സ്ത്രീലിംഗമോ പുല്ലിംഗമോ അല്ല, പുരുഷജാതിയോ സ്ത്രീജാതിയോ അല്ലാത്ത, ഇപ്പം മല, കുന്ന്, കാട് അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ എന്താ? നപുംസകലിംഗമാണ്. അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകം എന്നീ 3 ലിംഗങ്ങൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ, ബഹുത്വം പറഞ്ഞാൽ എന്താ? കുറെ ഉള്ളതിനെ സൂചിപ്പിക്കുന്നത്. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ എന്താ? സലിംഗ ബഹുവചനമാണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ നോക്കിക്കേ, സലിംഗ ബഹുവചനം എന്നാണ് നമ്മൾ അതിനെ പറയുന്ന പേര്. സ്ത്രീലിംഗത്തിന്റെ ബഹുത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുവാണ്. പെൺകുട്ടികൾ, നമുക്കറിയാം പെൺകുട്ടി എന്നത് എന്താ? സ്ത്രീലിംഗമാണ്. അപ്പം അതിന്റെ പെൺകുട്ടി എന്നത് ഒരു ഏകവചനമാണ്. അതിന്റെ ബഹുത്വത്തെ നമ്മൾ എങ്ങനെ പറയും? പെൺകുട്ടികൾ. അമ്മമാർ, സ്ത്രീകൾ. ഇവിടെ സ്ത്രീലിംഗത്തിന്റെ മാത്രം ബഹുത്വത്തെ കാണിക്കുന്ന പെൺകുട്ടികളെ മാത്രം, അതായത് ഒരു ലിംഗത്തിന്റെ മാത്രം ബഹുത്വത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതെന്താണ്? സലിംഗ ബഹുവചനം. അടുത്തത് നോക്കി. ഇപ്പൊ നമ്മൾ പറഞ്ഞത് സ്ത്രീലിംഗത്തിന്റെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന കുറച്ച് പദങ്ങളാണ്. അടുത്തത് നോക്കിക്കേ, പുല്ലിംഗത്തിന്റെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന കുറച്ച് പദങ്ങൾ കണ്ടില്ലേ? കാളകൾ, പുരുഷന്മാർ. ഇവിടെ കാളകൾ, കാള എന്നായിരുന്നെങ്കിൽ അത് ഏകവചനം. പക്ഷെ കാളകൾ എന്ന് പറഞ്ഞു. അത് കാള എന്നത് ഒരു പുല്ലിംഗമാണ്. കാളകൾ എന്ന് പറഞ്ഞപ്പോ എന്താ? പുല്ലിംഗത്തിന്റെ തന്നെ ഒരു ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതല്ലേ. അപ്പൊ എന്താണത്? സലിംഗ ബഹുവചനമാണ്. പുരുഷന്മാർ, കൊമ്പനാനകൾ. കുറച്ചു മുന്നേ നമ്മൾ എന്താ നോക്കിയേ? സ്ത്രീലിംഗത്തിന്റെ ബഹുത്വത്തെ എങ്ങനെ? സ്ത്രീലിംഗത്തിൽ മാത്രം പെടുന്ന കാര്യങ്ങളാണ് പെണ്ണ്, അമ്മ, സ്ത്രീ, അതൊക്കെ. അപ്പം അതിന്റെ ബഹുവചനത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ പെൺകുട്ടികൾ, അമ്മമാർ, സ്ത്രീകൾ എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താകും? അത് സലിംഗ ബഹുവചനമാകും. ഇവിടെ സലിംഗ ബഹുവചനം എന്നാൽ എന്താണ് എന്ന് നമ്മൾ മറക്കാതെ ഓർത്തിരിക്കുക. 3 ലിംഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ സൂചിപ്പിക്കുന്നവയാണ് സലിംഗ ബഹുവചനം. അതായത് എല്ലാം കൂടി ഉൾപ്പെടുന്നില്ല, ഏതെങ്കിലും ഒരു ലിംഗത്തിന്റെ മാത്രം ബഹുത്വത്തെ സൂചിപ്പിക്കും. ഉദാഹരണങ്ങളിലൂടെ നമ്മൾ നോക്കി. ഇനി നപുംസക ലിംഗത്തിന്റെ ബഹുത്വത്തെ ആണെങ്കിൽ എന്താ? കുളങ്ങൾ, മലകൾ, തടാകങ്ങൾ. ഇതൊക്കെ എന്താ? നപുംസക ലിംഗത്തിന്റെ ബഹുത്വത്തെ, അതായത് ഒന്നിലധികം ഉണ്ട് എന്ന് കാണിക്കുകയാണ് ഈ കാര്യങ്ങൾ. പക്ഷെ അത് ഏത് ലിംഗമാണ്? നപുംസക ലിംഗമാണ്. അത് ഏത് ബഹുവചനമാണ്? സലിംഗ ബഹുവചനം. ഓർത്തിരിക്കുക, ഒന്നുകൂടെ ഓർത്തിരിക്കുക. സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ സൂചിപ്പിക്കുന്നവയാണ് സലിംഗ ബഹുവചനം. ശേഷം എന്ത് നോക്കുക? ഈ ഉദാഹരണങ്ങൾ നോക്കുക. പെൺകുട്ടികൾ, അമ്മമാർ, സ്ത്രീകൾ. ഇതൊക്കെ സ്ത്രീലിംഗത്തിന്റെ മാത്രം ബഹുത്വത്തെ കാണിക്കുന്നവയാണ്. അതുപോലെ തന്നെ കാളകൾ, പുരുഷന്മാർ, കൊമ്പനാനകൾ എന്നിവയൊക്കെ പുല്ലിംഗത്തിന്റെ മാത്രം ബഹുത്വത്തെ കാണിക്കുന്നവയാണ്. അതുപോലെ കുളങ്ങൾ, മലകൾ, തടാകങ്ങൾ എന്നിവയൊക്കെ എന്താണ്? നപുംസക ലിംഗത്തിന്റെ മാത്രം ബഹുത്വത്തെ സൂചിപ്പിക്കുന്നവയാണ്. അങ്ങനെ വരുമ്പോൾ അത് ഏത് ബഹുവചനമാണെന്നാണ് നമ്മൾ പഠിച്ചത്? സലിംഗ ബഹുവചനമാണ് ഇത്. അടുത്ത എന്താണ്? അലിംഗ ബഹുവചനം. എന്താണ് അലിംഗ ബഹുവചനം? ചില നാമരൂപങ്ങൾ സ്ത്രീ പുരുഷ ഭേദം കുറിക്കാത്തവയാണ്. എന്താ? സ്ത്രീ പുരുഷ വ്യത്യാസം ഉൾക്കൊള്ളാത്തവയാണ്, കാണിക്കുന്നില്ല അത്. ഉദാഹരണം നോക്കിക്കേ. കുട്ടി, ജനം, വിദ്യാർത്ഥി. ഇവിടെ എന്താ? കുട്ടി എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്നുള്ളൊരു വ്യത്യാസം കാണിക്കുന്നുണ്ടോ? വ്യത്യാസം കാണിക്കുന്നില്ല. സ്ത്രീ പുരുഷ ഭേദം കുറിക്കാത്ത ചില നാമരൂപങ്ങളുണ്ട്. അതറിഞ്ഞല്ലോ, മനസ്സിലാക്കിയല്ലോ.
ഇവിടെ നമ്മൾ ഉദാഹരണങ്ങളും പറഞ്ഞു. അതെന്താ? ഭേദം കുറിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഒന്നുകിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, അതുമല്ലെങ്കിൽ ഒരുമിച്ച് ഈ ഒരു നാമത്തിൽ ഉണ്ടാവാം. സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചുണ്ടാവാം. അപ്പം അതിനെ എന്തെന്ന് പറയും? അതിനെ ബഹുവചനമാക്കുമ്പോൾ നമ്മൾ അലിംഗ ബഹുവചനം എന്ന് പറയും. അതിന്റെ കൂടെ നമ്മൾ ബഹുവചനം ആക്കാൻ ചേർക്കുന്ന കാര്യങ്ങൾ, അതായത് പ്രത്യയങ്ങൾ എന്തൊക്കെയാണ്? അർ, മാർ, കൾ ഇവയാണ്. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. നിങ്ങൾ ഈ നിർവചനം ഒന്നും കേട്ട് പേടിക്കണ്ട. ഉദാഹരണം നോക്കുമ്പോൾ എത്ര സിമ്പിൾ ആണെന്ന് കാര്യം മനസ്സിലാകും. ഇവിടെ മിടുക്കർ എന്ന പദം നോക്കിക്കേ. മിടുക്കർ, മിടുക്കർ എന്ന പദം നോക്കുക. എന്താണ് മിടുക്കർ? ഇതില് മിടുക്കനും ഉണ്ടാവാം, മിടുക്കിയും ഉണ്ടാവാം. അതായത് സ്ത്രീലിംഗവും ഉണ്ടാകാം, പുല്ലിംഗവും ഉണ്ടാകാം. പക്ഷെ അതിനെ നമ്മൾ ഒരുമിച്ച് എന്തെന്ന് പറയും? മിടുക്കർ എന്ന് പറയും. അപ്പൊ അത് എന്താകുന്നു? അലിംഗ ബഹുവചനമാകുന്നു. മിടുക്കർ എന്നതില് സ്ത്രീലിംഗവും ഉണ്ടാകാം, അതായത് മിടുക്കന്മാരും ഉണ്ടാവാം, മിടുക്കികളും ഉണ്ടാകാം. നമ്മൾ അതിനെ ഒരുമിച്ച് മിടുക്കർ എന്ന് പറയുമ്പോൾ എന്ത് വചനമാണ്? എന്ത് ബഹുവചനമാണത്? അലിംഗ ബഹുവചനം ആണത്. വേറൊരു വാക്ക് നോക്കുക. ജനം. ജനം എന്ന പദത്തില് സ്ത്രീയും പുരുഷനും ഉൾപ്പെടുന്ന ഒരു സമൂഹമാണല്ലോ ജനം. അപ്പൊ നമ്മൾ അതിനെ അലിംഗ ബഹുവചന രൂപത്തിൽ എങ്ങനെയാണ് പറയുന്നത്? സ്ത്രീയും പുരുഷനും ഉൾപ്പെടുന്ന സമൂഹത്തെ നമ്മൾ എങ്ങനെ അലിംഗ ബഹുവചനത്തിൽ പറയും? ജനം എന്ന് പറയും. ഇവിടെ കുറച്ചധികം ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ്? ശിശുക്കൾ. ശിശുക്കളിൽ എന്തുണ്ടാവാം? സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ടാകാം. ശിശുക്കൾ പെൺ ശിശുക്കളും ഉണ്ടാകാം, ആൺ ശിശുക്കളും ഉണ്ടാകാം. അടുത്തത് നോക്കിക്കേ. കാഴ്ചക്കാർ. കാഴ്ചക്കാരുടെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടാവാം? സ്ത്രീലിംഗത്തിലുള്ള ആൾക്കാരും ഉണ്ടാകാം, പുല്ലിംഗത്തിലുമുള്ള ആൾക്കാരുണ്ടാകാം. അടുത്ത എന്താ നമ്മൾ പറഞ്ഞു? ജനങ്ങൾ. അടുത്തത് നോക്കുക. കുട്ടികൾ. കുട്ടികളില് പെൺകുട്ടികളും ഉണ്ടാകാം, ആൺകുട്ടികളും ഉണ്ടാകാം, രണ്ടു ലിംഗങ്ങളും ഉണ്ടാവാം. വീട്ടുകാർ. വീട്ടുകാർ. വീട്ടുകാരിൽ ആരൊക്കെ ഉണ്ടാവാം? പുരുഷന്മാരും ഉണ്ടാകാം, സ്ത്രീകളും ഉണ്ടാകാം. അപ്പൊ നമ്മൾ എന്തെന്ന് പറയും? വീട്ടുകാർ എന്ന് പറയും. അപ്പൊ അതെന്താണ്? ഏത് രൂപമാണ് ബഹുവചനത്തിന്റെ? അലിംഗ ബഹുവചന രൂപമാണ് വീട്ടുകാർ എന്നുള്ളത്. അടുത്തത് എന്താണ്? നാട്ടുകാർ. നാട്ടുകാർ എന്നത് എന്താണ്? ഒരു ബഹുവചന രൂപമാണ്. ഏത് ബഹുവചന രൂപമാണ്? അലിംഗ ബഹുവചനമാണ്. നാട്ടുകാരിൽ ആരുണ്ടാകാം? സ്ത്രീകളും ഉണ്ടാകാം, പുരുഷന്മാരും ഉണ്ടാകാം, ആര് വേണോ ഉണ്ടാവാം. അപ്പം നാട്ടുകാർ എന്ന പദം എന്താണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. അടുത്തത് എന്താണ്? സമർത്ഥർ. സമർത്ഥർ എന്നതും അലിംഗ ബഹുവചനത്തിന് മറ്റൊരു ഉദാഹരണമാണ്. അടുത്തത് നോക്കിക്കേ. പൂജക ബഹുവചനം. ഇപ്പൊ നമ്മൾ പറഞ്ഞു സലിംഗ ബഹുവചനമുണ്ട്, അലിംഗ ബഹുവചനമുണ്ട് എന്ന് പറഞ്ഞു. അടുത്ത ബഹുവചനമാണ് പൂജക ബഹുവചനം. ബഹുവചനത്തെ മൂന്നായി തരംതിരിക്കും. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. സലിംഗ ബഹുവചനവും അലിംഗ ബഹുവചനവും എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്താണ് സലിംഗ ബഹുവചനം? എന്നാൽ എന്താണ്? സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ സൂചിപ്പിക്കുന്നവയാണ് സലിംഗ ബഹുവചനം. ഓർത്തിരിക്കുക. ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ, അതായത് സ്ത്രീലിംഗത്തിലാണെങ്കിൽ എന്താ? പെൺകുട്ടികൾ, അമ്മമാർ, സ്ത്രീകൾ, അതൊക്കെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ സ്ത്രീലിംഗത്തിന്റെ മാത്രം ബഹുത്വത്തെയാണ് കാണിക്കുന്നത്. അടുത്ത എന്താ? പുല്ലിംഗത്തിലാണെങ്കിൽ കാളകൾ, പുരുഷന്മാർ, കൊമ്പനാനകൾ, ഇവിടെയൊക്കെ എന്താണ് വരുന്നത്? പുല്ലിംഗത്തിന്റെ മാത്രം ബഹുത്വത്തെയാണ്. അതുപോലെ നപുംസകലിംഗത്തിന്റെ മാത്രം ബഹുത്വത്തെ കാണിക്കുന്ന ചില പദങ്ങളാണ് കുളങ്ങൾ, മലകൾ, തടാകങ്ങൾ. ഇങ്ങനെ ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കാണിക്കുന്നവയാണ് ഏത് ബഹുവചനം? സലിംഗ ബഹുവചനം. സലിംഗ ബഹുവചനം എന്താണ്? ബഹുവചനത്തെ മൂന്നായി തിരിക്കുന്നതിൽ ഒന്നാണ് സലിംഗ ബഹുവചനം. രണ്ടാമത്തെ എന്താണ്? അലിംഗ ബഹുവചനം. എന്താണ്? സ്ത്രീ പുരുഷ ഭേദം കുറിക്കുന്നില്ല, എന്നാൽ അതിൽ എന്തുണ്ടാവാം? ഒന്നില്ലെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, അതുമല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചുണ്ടാവാം. ഉദാഹരണമായി കൊടുത്തിരിക്കുന്ന പദങ്ങൾ വെച്ചിട്ട് നോക്കുക. കുട്ടികൾ, ജനം, ജനങ്ങൾ, അതൊക്കെ എന്താ? ഒന്നല്ലെങ്കിൽ അതിൽ സ്ത്രീകൾ മാത്രമാകാം ഉണ്ടാവുക, അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രമാകാം ഉണ്ടാവുക, അല്ലെങ്കിൽ അത് രണ്ടും ഒരുമിച്ചുണ്ടാകാം. ബഹുവചനത്തിനെ മൂന്നായി തിരിക്കുന്നതിൽ സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം നമ്മൾ നോക്കി. അടുത്തത് എന്താണ്? പൂജക ബഹുവചനം എന്താണ് എന്ന് നോക്കാം. ബഹുമാനം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബഹുവചന രൂപമാണിത്. എന്താണ്? നമ്മൾ ഓർക്കുക. പൂജക ബഹുവചനം. നമ്മൾ പൂജിക്കുക എന്നൊക്കെ പറയില്ലേ? അപ്പൊ നമ്മൾ ഓർക്കുക, പൂജ ചെയ്യുക അല്ലെങ്കിൽ ബഹുമാനം കൊടുക്കുക, പൂജിക്കുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും?
ചില പദങ്ങൾ ഉപയോഗിക്കും. അതായത് ബഹുമാനം കാണിക്കാൻ വേണ്ടി ചില ബഹുവചന രൂപങ്ങൾ ചില വാക്കുകൾക്കൊപ്പം ശബ്ദങ്ങൾക്കൊപ്പം ചേർക്കും. അപ്പൊ നമ്മൾ അതിനൊരു പേരിട്ട് വിളിക്കും. എന്ത്? നമ്മൾ ബഹുമാനം കൊടുക്കുക, നമ്മൾ പൂജിക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്? പൂജക ബഹുവചനം എന്നൊരു പേരിട്ട് നമ്മൾ അതിനെ വിളിക്കും എന്ന് മനസ്സിലാക്കുക. ഉദാഹരണങ്ങൾ നോക്കുക. അതിനു മുന്നേ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. രൂപം കൊണ്ട് ബഹുവചനവും അർത്ഥം കൊണ്ട് ഏകവചനവും ആണ് പൂജക ബഹുവചനം. അത് നിങ്ങൾ കൂടുതലൊന്നും ഇപ്പൊ വറി ചെയ്യേണ്ട. നമുക്ക് എക്സാമ്പിൾസ് നോക്കുമ്പോൾ, ഉദാഹരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. ഇവിടെ നോക്കിക്കേ, ഗുരുക്കൾ. ഗുരുക്കൾ എന്ന പദം ഇവിടെ എന്താ? ബഹുവചന പ്രത്യയം ചേർത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അത്? ബഹുമാനം കാണിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? രൂപം കൊണ്ട് ബഹുവചനവും അർത്ഥം കൊണ്ട് ഏകവചനവുമാണ്. ഇവിടെ ഗുരുക്കൾ എന്നുള്ള പദത്തിന്റെ രൂപം നോക്കിക്കേ, ഗുരുക്കൾ. ഇതിന്റെ രൂപം കാണുമ്പോൾ കള്ളുണ്ട്, പ്രത്യയമുണ്ട്, ബഹുവചന പ്രത്യയമുണ്ട്. അപ്പൊ എന്താ? രൂപം കൊണ്ട് ഇത് എന്താണ്? ഒരു ബഹുവചനമാണ്. രൂപം കൊണ്ട് ഇത് ബഹുവചനമാണെങ്കിലും അത് അർത്ഥം നോക്കിക്കേ, ഗുരുക്കളുടെ അടുത്തേക്ക് പോകുന്നു. കുറെ ഗുരുക്കളുടെ അടുത്തേക്ക് പോകുന്നതാണ്. അല്ല, ഗുരുവിന്റെ അടുത്തേക്ക് പോകുന്നത് നമ്മൾ ബഹുമാനം കൊണ്ട് ഗുരുക്കളുടെ അടുത്തേക്ക് പോകുന്നു എന്ന് പറയും. അപ്പൊ അതെന്താണ്? രൂപം കൊണ്ട് ഇത് ബഹുവചനമാണ്, എന്നാൽ അർത്ഥം കൊണ്ട് എന്താണ്? ഇത് ഏകവചനമാണ്. നോക്കുക, വൈദ്യർ എന്നുള്ള പദം നോക്കിക്കേ, വൈദ്യർ. ഇതെന്താ? കാണുമ്പോൾ ഒരു രൂപം കൊണ്ട് ബഹുവചനാന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ എന്താണ്? നമ്മള് വൈദ്യർ എന്നത് ബഹുമാനം കാണിക്കാൻ വേണ്ടി വൈദ്യർ എന്നാക്കി പറയുന്നതാണ്. എന്തിനാണ്? വേറൊന്നിനുമല്ല. കുറെ വൈദ്യന്മാരുണ്ടായിട്ടാണോ? അല്ല, നമ്മളൊന്ന് പൂജിക്കുക, നമ്മളൊന്ന് ആളെ ബഹുമാനം കൊടുക്കുക. അതിനു വേണ്ടി നമ്മൾ എന്താക്കി? ബഹുവചന പ്രത്യയം ചേർത്ത് പറഞ്ഞു. അത്രയേ ഉള്ളൂ. പൂജക ബഹുവചനം എന്താണെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഗുരുക്കൾ, വൈദ്യർ, ദ്രോണർ, ശാസ്ത്രികൾ, നങ്ങ്യാർ, ഭീഷ്മർ, തിരുവടികൾ. ഇതൊക്കെ എന്താണ്? നമുക്ക് നോക്കുമ്പോ തോന്നും ഇതൊക്കെ ബഹുവചന രൂപങ്ങളാണെന്ന്. പക്ഷെ എന്നാൽ എന്താ? അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഏകവചനമാണ്. പക്ഷെ നമ്മൾ എന്തിനാ ഇവിടെ ബഹുവചന പ്രത്യയങ്ങൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്? മുമ്പ് പറഞ്ഞതുപോലെ ബഹുമാനം കാണിക്കാൻ വേണ്ടി നമ്മൾ ഏകവചന ശബ്ദത്തിനുമേൽ ബഹുവചന പ്രത്യയങ്ങൾ ചേർത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് എന്ത് പേരിട്ട് വിളിക്കുക? പൂജക ബഹുവചനം എന്ന പേരിൽ വിളിക്കുക. എന്താണ് പൂജക ബഹുവചനം? ബഹുവചനത്തെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. അതില് പൂജക ബഹുവചനം എന്നാൽ നമ്മൾ പൂജിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഓർക്കുക, പൂജിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്, ബഹുമാനം കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവരെ എന്ത് ചേർത്ത് വിളിക്കും? ഏകവചനമാണ്, എന്നാൽ നമ്മൾ ബഹുവചന പ്രത്യയം ചേർത്ത് വിളിക്കും. നമുക്കറിയാം, ഗുരുവിനെ നമ്മൾ ഗുരുക്കൾ എന്ന് പറയുന്നത് അവിടെ കുറെ ഗുരു ഉള്ളത് കൊണ്ടാണോ? അല്ല, ഒരു ഗുരുവിനെ തന്നെ നമ്മൾ ഗുരുക്കൾ. ഞാനിപ്പോ ഗുരുവിന്റെ അടുത്തേക്ക് പോവാണെങ്കിൽ ആരെങ്കിലും ചോദിക്കുക എവിടെ പോവാ? അപ്പൊ ഞാൻ പറയാ ഗുരുക്കളുടെ അടുത്തേക്ക് പോകുക. പക്ഷെ അവിടെ ഒരു 5-6 ഗുരുക്കൾ ഉണ്ടോ? ഇല്ല, ഒരൊറ്റ ഗുരുവേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് പറയും? ഗുരുക്കളുടെ അടുത്തേക്ക് പോകുക എന്ന് പറയും. ഗുരുവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്തിനാണ്? ആ ഗുരുവിനെ കുറച്ച് ബഹുമാനം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഗുരുക്കൾ എന്ന് പറയും. ഗുരുവിനെ ബഹുമാനം കൊടുക്കാൻ ഗുരുക്കൾ എന്ന് പറയും. വൈദ്യന് ബഹുമാനം കൊടുക്കാൻ വൈദ്യർ എന്നൊക്കെ പറയും. അതെന്തുകൊണ്ടാ? അവിടെ കുറെ ഉണ്ടായിട്ടോ ബഹുത്വത്തെ കാണിക്കാൻ വേണ്ടിയോ അല്ല, നേരെ മറിച്ച് ബഹുമാനം കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അവിടെ ബഹുവചന പ്രത്യയം ചേർത്തിരിക്കുന്നത്. പിന്നെ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ? സംഖ്യാവാചകമായ ഒരു വിശേഷണ പദം ഉള്ളിടത്ത് നപുംസകലിംഗ ശബ്ദങ്ങളിൽ ബഹുത്വത്തിലും ബഹുവചന പ്രത്യയം ചേർക്കേണ്ടതില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് കേട്ട് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. സിമ്പിളാക്കി പറഞ്ഞുതരാം. ഇവിടെ 10 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ 10 രൂപകൾ, 1000 തേങ്ങ എന്നത് 1000 തേങ്ങകൾ എന്നെഴുതിയാൽ എന്താ? തെറ്റാണ്. കാരണം എന്താ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ? സംഖ്യാവാചകമായ ഒരു വിശേഷണ പദം, അതായത് 10, 1000, 8 എന്താ? സംഖ്യാവാചകമായ ഒരു വിശേഷണ പദം ഉള്ളിടത്ത് ലിംഗവേദ
നപുംസകലിംഗമാണെന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞു സ്ത്രീലിംഗമുണ്ട്, പുല്ലിംഗമുണ്ട്, നപുംസകലിംഗമുണ്ട് എന്ന് പറഞ്ഞു. അതില് നപുംസകലിംഗമാണ് ഇവിടെ വരുന്നതെന്ന് ഓർക്കുക. അതായത് രൂപ, തേങ്ങ, ദിക്ക് ഇതൊക്കെ സ്ത്രീലിംഗമോ പുല്ലിംഗമോ ആണോ? അല്ല, നപുംസകലിംഗമാണ്. ഇവിടെ സംഖ്യാവാചകമായ ഒരു വിശേഷണ പദം ഉണ്ട്, 10, 1000, 8 എന്നൊക്കെ. ഇവിടെ അടുത്ത പദം ഏത് ലിംഗത്തിലാണ്? നപുംസകലിംഗത്തിലുമാണ് വരുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ബഹുത്വത്തിലും ബഹുവചന പ്രത്യയം ചേർക്കേണ്ടതില്ല. അതായത് ബഹുത്വത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? കുറെ അധികം ഉണ്ടെങ്കിലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ബഹുവചന പ്രത്യയങ്ങൾ ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ വെറുതെ പറയുവാണെങ്കിൽ ദിക്കുകൾ, തേങ്ങകൾ എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ എന്താണ്? സംഖ്യാവാചകമായ വിശേഷണ പദമായിട്ടുള്ള 10, 10 ഒരു സംഖ്യയല്ലേ? 10, 1000, 8 ഈ സംഖ്യാവാചകമായ വിശേഷണ പദങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ ഒപ്പം എന്താണ്? നപുംസകലിംഗങ്ങളായിട്ടുള്ള തേങ്ങ, ദിക്ക്, രൂപയൊക്കെ വരുമ്പോ അതിനെ നമ്മൾ ബഹുവചനം ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയും പ്രത്യയങ്ങൾ ചേർക്കണ്ട. 10 രൂപ എന്നതും 1000 തേങ്ങ എന്നതും 8 ദിക്ക് എന്നതുമാണ് ശരിയെന്ന് ഓർത്തിരിക്കുക. മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കി പോകാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് വചനം എന്നുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തതേത്? അല്ലാത്തതേതെന്നാ ചോദിച്ചേക്കുന്നത്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഓർക്കുക, താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂജക ബഹുവചനം എന്ന് കണ്ടു. അപ്പൊ നമ്മൾ നേരെ ചാടിയാ ഏതാ പൂജക ബഹുവചനം എന്നാ ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചെയ്യാതെ ക്വസ്റ്റ്യൻ നല്ലപോലെ റീഡ് ചെയ്യുക, ചോദ്യം നല്ലപോലെ വായിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ഓർക്കണം? നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഓർക്കണം. എന്നിട്ട് ഉത്തരത്തിലേക്ക് എത്തുക, സമാധാനമായിട്ട് ഉത്തരത്തിലേക്ക് എത്തുക. നമ്മൾ ആദ്യം എന്താ ഓർക്കണ്ടേ? പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതെന്ന് ചോദിക്കുമ്പോൾ ഓർക്കേണ്ടത് എന്താ? പൂജക ബഹുവചനം എന്താന്ന് ഓർക്കണം. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, അധ്യാപകർ, നിങ്ങൾ, മാരാർ, ശാസ്ത്രികൾ. ഇതിലേതാണ് പൂജക ബഹുവചനം അല്ലാത്തത്? നമ്മൾ ഇത് ഓരോന്നും ബഹുമാനം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ഇതിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ത് ചെയ്യണം, ഏതാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നതിൽ ശരി ഏത്? എന്നിട്ട് എന്താ? 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. 10 മാങ്ങകൾ, 8 ദിക്ക്, 5 രൂപകൾ, 1000 സ്ത്രീകൾ. നമ്മൾ കുറച്ചു മുന്നേ ഒരു കാര്യം പഠിച്ചിരുന്നു. എന്താ പഠിച്ചത്? സംഖ്യാവിശേഷണം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചേർക്കില്ല എന്നാ പറഞ്ഞത്? നപുംസകലിംഗമാണെങ്കിൽ അതിന്റെ ഏകവചന രൂപമേ ചേർക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞത് നോക്കിക്കേ. എന്താ? സംഖ്യാവാചകമായ ഒരു വിശേഷണ പദം ഉള്ളിടത്ത് നപുംസകലിംഗ ശബ്ദങ്ങളിലും ബഹുത്വത്തിന് ബഹുവചനം ചേർക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അത് ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. 10 മാങ്ങകൾ ശരിയാണോ? മാങ്ങയുടെ ലിംഗം ഏതാണ്? നപുംസകലിംഗമല്ലേ? അപ്പോ 10 മാങ്ങകൾ എന്നുള്ളത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കുക. 8 ദിക്ക്, 8 ദിക്ക് എന്താ? ശരിയാണല്ലോ. കാരണം എന്താ? 8 ദിക്ക് എന്നത് നപുംസകലിംഗമാണ്. അപ്പോ ബഹുത്വത്തിലും ബഹുവചന പ്രത്യയം കാണിക്കേണ്ടതില്ല. അടുത്തത് എന്താ? 5 രൂപകൾ, 5 രൂപകൾ. രൂപ എന്നത് നപുംസകലിംഗമാണ്, ബഹുവചന പ്രത്യയം കാണിച്ചു ഇവിടെ. അപ്പൊ എന്താ? അത് തെറ്റാണ്. അടുത്ത എന്താ? 1000 സ്ത്രീകൾ. ഇത് നമ്മൾ ഇങ്ങനെ ഒരു ഡൗട്ടിൽ നിൽക്കും. എന്തുകൊണ്ടാ ഡൗട്ടിൽ നിൽക്കുന്നത്? സ്ത്രീകൾ 1000 എന്നുമുണ്ട്, സ്ത്രീകൾ എന്നുമുണ്ട്. എന്നാൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? നപുംസകലിംഗമാണെങ്കിൽ ബഹുത്വത്തിലും ബഹുവചനം കാണിക്കില്ല എന്നാ പറഞ്ഞത്. ഇത് നപുംസകലിംഗമാണോ? അല്ല. ഇത് എന്ത് ലിംഗമാണ്? സ്ത്രീലിംഗമാണ്. അപ്പോ സ്ത്രീലിംഗമാണിത്. 1000 സ്ത്രീകൾ എന്നതും ശരിയാണ്. പറഞ്ഞ നമ്മൾ ഒന്നാമത്തേത് നോക്കുക. 10 മാങ്ങകൾ. 10 മാങ്ങകൾ എന്ന എന്താ? മാങ്ങകൾ ഏത് ലിംഗമാ? സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? അല്ല, നപുംസകലിംഗമാണ്. സ്ത്രീലിംഗവും പുല്ലിംഗവും അല്ല. അപ്പൊ എന്താണത്? അതും തെറ്റാണ്. ശരിയായിട്ടുള്ളത് എന്താ? 8 ദിക്ക് ശരിയാണ്, 1000 സ്ത്രീകളും ശരിയാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി അല്ല, സി ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് നോക്കുക. മിടുക്കർ എന്ന പദം ഏത് വചനഭേദത്തിന് ഉദാഹരണമാണ്? നമ്മൾ പഠിച്ചിരുന്നു. മിടുക്കർ എന്ന
പദം ഏതു വചനഭേദത്തിന് ഉദാഹരണമാണ്? എന്തൊക്കെയാണ് ഓപ്ഷനിലുള്ളത്? സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം, നപുംസകലിംഗം. നമുക്കറിയാം നപുംസകലിംഗം അല്ലെന്ന് ഏതായാലും അറിയാം. ബഹുവചന രൂപം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താ സലിംഗ ബഹുവചനമാണോ? എന്തായിരുന്നു സലിംഗ ബഹുവചനം? സലിംഗ ബഹുവചനം ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കാണിക്കാൻ വേണ്ടി, അതായത് സ്ത്രീലിംഗമാണെങ്കിൽ സ്ത്രീലിംഗത്തിന്റെ മാത്രം, പുല്ലിംഗമാണെങ്കിൽ പുല്ലിംഗത്തിന്റെ മാത്രം, നപുംസകമാണെങ്കിൽ നപുംസകലിംഗത്തിന്റെ മാത്രം. എന്നാ അലിംഗ ബഹുവചനം എന്താ? സ്ത്രീലിംഗമോ പുല്ലിംഗമോ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ലിംഗം മാത്രമേ ഉണ്ടാകുള്ളൂ, ഒരു ലിംഗവ്യത്യാസം കാണിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു പദമല്ലേ മിടുക്കർ എന്ന പദം. നമ്മളിവിടെ ഉദാഹരണം നോക്കിയ സമയത്ത് പഠിച്ചിരുന്നു. ഇത് നോക്കിക്കേ, മിടുക്കൻ, മിടുക്കി, ഇത് രണ്ടുമുള്ളതാണ് എന്ത്? മിടുക്കർ. അത് ഏതാണപ്പം? അലിംഗ ബഹുവചനമാണ് മിടുക്കർ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മിടുക്കർ എന്ന പദം ഏത് വചനഭേദത്തിന് ഉദാഹരണമാണ്? ഏത് വചനഭേദത്തിനാ? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. അടുത്തത് എന്താണ്? ബഹുവചന പ്രത്യയം അല്ലാത്തത് ഏത്? ബഹുവചന പ്രത്യയം അല്ലാത്തത് ഏതാ? മാർ, അർ, കൾ, അൻ. ബഹുവചന പ്രത്യയം അല്ലാത്തത് ഏതാണ്? നമ്മൾ മാർ ബഹുവചന പ്രത്യയമാണെന്ന് പഠിച്ചു, അറും കള്ളും ബഹുവചന പ്രത്യയമാണെന്ന് പഠിച്ചു. അപ്പൊ ബഹുവചന പ്രത്യയം അല്ലാത്തത് എന്താണ്? അന്നാണ് ബഹുവചന പ്രത്യയം അല്ലാത്തത്. അടുത്തത് നോക്കുക, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചന പദമേത്? അലിംഗ ബഹുവചന പദം ഏത്? അലിംഗ ബഹുവചന പദം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തായിരുന്നു അലിംഗ ബഹുവചനം? സ്ത്രീ പുരുഷ ഭേദം കുറിക്കാത്തവ. അതിൽ രണ്ടും ഉണ്ടാവാം. ഭേദം കുറിക്കുന്നില്ലെന്നേ ഉള്ളൂ, ഒന്നല്ലെങ്കിൽ സ്ത്രീലിംഗം അല്ലെങ്കിൽ പുല്ലിംഗം, അതുമല്ലെങ്കിൽ ഒരുമിച്ചുണ്ടാവാം. അങ്ങനെയുള്ളതാണ് അലിംഗ ബഹുവചനം. ഇതിൽ ഏതാണ് അലിംഗ ബഹുവചനം എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെയാണ് ഓപ്ഷൻസിലുള്ളത്? സ്വാമികൾ, അഭിഭാഷകർ, വൃദ്ധന്മാർ, പുസ്തകങ്ങൾ. ഇതിലേതാണ്? സ്വാമികളാണോ അലിംഗ ബഹുവചനം? അഭിഭാഷകരാണോ അലിംഗ ബഹുവചനം? വൃദ്ധന്മാരാണോ അലിംഗ ബഹുവചനം? പുസ്തകങ്ങളാണോ അലിംഗ ബഹുവചനം? അപ്പൊ എന്താ അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ സ്ത്രീലിംഗം അല്ലേ പുല്ലിംഗം, പക്ഷെ അത് എടുത്തു പറയുമ്പോ ഏതെങ്കിലും ഒന്നേ ഉണ്ടാകുള്ളൂ, സ്പെസിഫിക് ആയിട്ട് ഒരു ജാതിയെ കുറിക്കുന്നില്ല, സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് കാണിക്കുന്നില്ല. സ്വാമികൾ, വൃദ്ധന്മാർ, പുസ്തകങ്ങൾ, അഭിഭാഷകർ. പുസ്തകങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നപുംസകലിംഗവ. സ്വാമികൾ ബഹുമാനം കാണിക്കാൻ വേണ്ടിയുള്ള, അപ്പൊ അതെന്താ? പൂജക ബഹുവചനം. അടുത്ത എന്താ? വൃദ്ധന്മാർ. അതെന്താ? പുല്ലിംഗത്തെ അല്ലേ, വൃദ്ധന്മാർ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താണ് ആൻസർ? അഭിഭാഷകരാണ് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. അടുത്തത് നോക്കുക, അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഈ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഡയറക്റ്റ് ഏകവചനം ബഹുവചനം അങ്ങനെയല്ല ചോദിച്ചേക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? ബഹുവചനത്തിന്റെ തരംതിരിവുകളായിട്ടുള്ള സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം എന്നിവയിലെ ഓപ്ഷൻസ് തന്നിട്ട് അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ തന്നിട്ട് അത് ഏതാണ്, ഇത് ഏത് ബഹുവചന ഭേദത്തിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് പൂജക ബഹുവചനം അല്ലാത്തത്, ഏതാണ് സലിംഗ ബഹുവചനം, തന്നിരിക്കുന്നവയിൽ ഏതാണ് അലിംഗ ബഹുവചനം എന്ന രീതിയിലാണ് PSC ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ മരത്തിന്റെ ബഹുവചന രൂപം എന്താണ്, അല്ലെങ്കിൽ ഇത് തന്നിരിക്കുന്നത് ഏകവചനമാണോ ബഹുവചനമാണോ അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടു ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഏത് രൂപമാണ് ബഹുവചനത്തിന് തന്നെ സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം, ഇത് മൂന്നിലും ഏതാണ് തന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് PSC ചോദിച്ചിരിക്കുന്ന ഒരു രീതി. അലിംഗ ബഹുവചനം എന്തായിരുന്നു? നമ്മൾ ലിംഗഭേദം കാണിക്കത്തില്ല വാക്കില്, പദത്തില്. നേരെ മറിച്ച് അതിൽ എന്തുണ്ടാവാം? ഒന്നല്ലെങ്കിൽ സ്ത്രീലിംഗം ഉണ്ടാകാം, അല്ലെങ്കിൽ പുല്ലിംഗം ഉണ്ടാകാം, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് വരാം. അങ്ങനെയുള്ളത് എന്താ? മിടുക്കന്മാർ എന്നത് എന്താ? പുല്ലിംഗം വരുന്നുണ്ട്. മരങ്ങൾ എന്നത് എന്താ? നപുംസകലിംഗമാണ്. ദ്രോണർ എന്നത് എന്താ? ബഹുമാനം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു, പൂജക ബഹുവചനമാണ്. അപ്പോൾ മക്കൾ എന്നത് എന്താ? മക്കൾ എന്നത് അലിംഗ ബഹുവചനമാണ്. കാരണം എന്താ? മക്കൾ എന്നതിൽ സ്ത്രീലിംഗവും ഉണ്ടാവാം, പുല്ലിംഗവും ഉണ്ടാകാം, അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമേ ഉണ്ടാവൂ, അല്ലെങ്കിൽ ആൺകുട്ടികൾ മാത്രമേ ഉണ്ടാവൂ. രണ്ട് ലിംഗവും അതിൽ ഉൾപ്പെടാം. പക്ഷേ എന്താ? ആ ഒരു വ്യത്യാസം എടുത്തു കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് എന്താണ്? അലിംഗ ബഹുവചനമാണ്.
അടുത്തത് നോക്കിക്കേ, പൂജക ബഹുവചനം ഏത്? ദേവന്മാർ, ഭാഗവതർ, അധ്യാപകർ, രാജാക്കന്മാർ. എന്തായിരുന്നു പൂജക ബഹുവചനം? നമ്മൾ ബഹുമാനം കാണിക്കാൻ വേണ്ടി ഏകവചനത്തിന്റെ കൂടെ ബഹുവചന പ്രത്യയം ചേർത്ത് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നോക്കിക്കേ, ദേവന്മാർ എന്ന് പറഞ്ഞാൽ അതെന്താ? ബഹുത്വം കാണിക്കുന്നുണ്ട്. അധ്യാപകർ എന്ന് പറഞ്ഞാൽ എന്താ? ബഹുത്വം കാണിക്കുന്നുണ്ട്. രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? ബഹുത്വം കാണിക്കുന്നുണ്ട്. എന്നാൽ ഭാഗവതർ എന്നത് നോക്കിക്കേ, എന്താ? ബഹുമാനം കാണിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നു, ഭാഗവതർ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അതെന്താണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാ? ഭാഗവതർ. കാരണം എന്താ? നമ്മൾ റെസ്പെക്ട് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ബഹുമാനം കാണിക്കാൻ വേണ്ടി ഏകവചനത്തിന്റെ ഒപ്പം ബഹുവചന പ്രത്യയം ചേർത്ത് ഉപയോഗിക്കും. കുറെ ഭാഗവതരെയാണോ? അല്ല, ഒരു ഭാഗവതരെ കാണിക്കുന്നത്. പക്ഷെ അത് എന്തിനാണ് നമ്മൾ ഭാഗവതർ എന്ന് പറയുന്നത്? ബഹുമാനം കാണിക്കാൻ വേണ്ടിയാണ് ഭാഗവതർ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ച് കണ്ടു. പിന്നെ വചനത്തിന്റെ ഭേദങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടു, ഏകവചനം എന്താണെന്ന് കണ്ടു, ബഹുവചനത്തെ എങ്ങനെയാണ് മൂന്നായിട്ട് തിരിക്കുന്നതെന്ന് കണ്ടു. എങ്ങനെയാ മൂന്നായിട്ട് തിരിക്കുന്നത്? സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. അത് ഓരോന്നും എന്താണെന്ന് നമ്മൾ നോക്കിയിരുന്നു. ഒന്നുകൂടെ ഒന്ന് ഷോർട്ടാക്കി പറയാൻ എന്ത്, എത്ര എണ്ണം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളെ പേരിട്ട് വിളിക്കുന്നത് എങ്ങനെയാ? വചനം എന്ന്. അപ്പം ഏകവചനം ഒരെണ്ണത്തെ കുറിക്കാനാണെങ്കിലോ ഏകവചനം എന്ന് പറയും. ഒന്നിലധികം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഒന്നിലധികം കാര്യങ്ങളെ ഒരു വാക്യത്തിൽ അല്ലെങ്കിൽ ഒരു ശബ്ദത്തിൽ നമ്മൾ ഉപയോഗിച്ചേക്കുക, അതിനെ നമ്മൾ ബഹുവചനം എന്ന് പേരിട്ട് വിളിക്കും. ഇനി ആ ബഹുവചനത്തെ തന്നെ മൂന്നായിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. എങ്ങനെ? സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. കുറെ തവണ നമ്മൾ പറഞ്ഞു എന്താണ് ഈ മൂന്നും ഓരോന്നും. സലിംഗ ബഹുവചനവും അലിംഗ ബഹുവചനവും പൂജക ബഹുവചനം എന്താണെന്ന് പറഞ്ഞു. അതെന്താണെന്ന് നന്നായിട്ട് റിവൈസ് ചെയ്യുക. പിന്നെന്താ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായി വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ഓർക്കണം? ഈ ഓരോന്നും ഏതാണ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏത് രീതിയിൽ തന്നെയാ? സലിംഗ ബഹുവചന രൂപം ഏതാണ്, അല്ലെങ്കിൽ പൂജക ബഹുവചന രൂപം അല്ലാത്തത് ഏത്, അലിംഗ ബഹുവചന രൂപം ഏത്, പൂജക ബഹുവചന രൂപം ഏത്? ഈ ഒരു രീതിയിലാണ് PSC ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കാൻ നമുക്ക് ഈ ക്ലാസ്സിലൂടെ സാധിക്കും. അത് നന്നായി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? PSCയിൽ ഇനി അടുത്ത എക്സാമിന് വചനത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് നന്നായി അത് ചെയ്യാൻ സാധിക്കട്ടെ. പഠിച്ചൊക്കെ ഓർമ്മയിൽ നിൽക്കട്ടെ.